നമ്മുടെ കേരളത്തിലുള്ള കൊച്ചുകുട്ടികൾ വരെ ഒരു സംസാര ശൈലി, ആ ഒരു നീട്ടലും കുറുക്കലും ഒക്കെ ഉള്ള ഒരു സംസാര ശൈലിയെ പറ്റിയാണ് നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത്. എങ്ങനെയാണിത് കിട്ടിയത്? സംസാര ശൈലി ഞാൻ പറഞ്ഞല്ലോ, 43-44 മുതലേ കുട്ടനാട്ടിൽ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ പോകുമ്പോൾ അവരുമായിട്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് സംസാരിച്ച് അവരുടെ സംഘടനയിലേക്ക് ആകർഷിക്കാനുള്ള ശ്രമം നടത്തുന്നതിനിടയിൽ തന്നെ ചില യോഗങ്ങൾ, കുടുംബയോഗങ്ങൾ, ചെറിയ യോഗങ്ങളൊക്കെ നടത്തുമ്പോൾ ഒരു യോഗത്തിന് വന്നാലും വീട്ടുകാര്യങ്ങളിങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. പറയുന്നതിനേക്കാൾ ശ്രദ്ധ അവർക്ക് അതിലാണ്. അപ്പോൾ പറയുന്ന കാര്യങ്ങളിലേക്ക് ഉയർത്തിപ്പറഞ്ഞും പല രീതിയിലുള്ള ആക്ഷൻസ് നടത്തിയും എല്ലാം കുറേ കഴിയുമ്പോൾ അവർ സംസാരത്തിൽ ശ്രദ്ധ അയക്കുന്നതായിട്ട് വരും. അങ്ങനെയുള്ളതിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ടാണ് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ, ചില കവിതകൾ ചൊല്ലി അതിൻ്റെ വിശദീകരണങ്ങൾ നടത്തുമ്പോഴും ചില ഉപമകൾ ഉദ്ധരിച്ചതിന് ശേഷം അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴും എല്ലാം തന്നെ നീട്ടിയും കുറുകയും എല്ലാം തന്നെ ഇങ്ങനെ വന്ന് പിന്നെ കുറേ കാലം അത് ഉണ്ടായി. പിന്നെ ക്രമേണ അതങ്ങനെ കുറഞ്ഞ് കുട്ടനാട്ടിൽ നിന്ന് ഞാൻ പോന്നു. അതിനുശേഷം ആലപ്പുഴ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളായി, പിന്നെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളായി. അതൊക്കെയോടുകൂടി അതെല്ലാം തേഞ്ഞു മാഞ്ഞിപ്പോൾ ഒരു സാധാരണ സംസാരത്തിൻ്റെ അല്ല, ഇത് ഈ ടി വിയിലൊക്കെ മിമിക്രിക്കാർ അനുകരിക്കുന്നത് കാണുമ്പോൾ സഖാവിന് എന്ത് തോന്നുന്നു? അതെനിക്കൊരു തമാശയായിട്ടേ തോന്നുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു കലയാണല്ലോ. അപ്പോൾ ആ കല ഒരു തരത്തിൽ അവർ പഠിച്ച് പ്രദർശിപ്പിക്കുന്നതില്ലേ അവരോട് ദേഷ്യപ്പെടാൻ. അവരതിൽ ചിത്രകാരൻ എഴുതുമ്പോഴും പത്രപ്രവർത്തകർ ലേഖനങ്ങളും കവിതകളും കഥകളുമൊക്കെ എഴുതുമ്പോഴും ലേഖനങ്ങൾ എഴുതുമ്പോഴും ഒക്കെയുള്ള അതിനോടുള്ള ഒരു താല്പര്യവും അഭിരുചിയും പോലെ തന്നെ മറ്റൊന്നായിട്ട് ഇത് ഞാൻ കാണുന്നുണ്ട്. എങ്ങനെ കാണുന്നുണ്ടോ? ടി വിയിലൊക്കെ കാണുമ്പോഴത്തേക്ക് കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ എപ്പോഴും ദേഷ്യം തോന്നും. ഇവർ കുറച്ച് കുഴപ്പമുണ്ടാക്കുന്ന തരത്തിലും സംസാരിക്കുമല്ലോ, കുറച്ച് ഓവറാക്കിയിട്ട്. അപ്പോഴൊക്കെ ചിരിച്ച് എടുക്കത്തേ ഉള്ളൂ. അരുണും അങ്ങനെ തന്നെ എടുക്കുന്നത്. അല്ല, ഇപ്പോൾ സിനിമാ നടന്മാരെ അനുകരിക്കുക, അല്ലെങ്കിൽ സിനിമാ നടന്മാരെ ഇങ്ങനെ ആരാധ്യ പുരുഷന്മാരെ ആക്കി വെക്കുക, അവരുടെ പിന്നെ രീതി പിന്നെ അനുകരിക്കുക എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിന് ഇങ്ങനെ ഇവിടെ VS എന്ന് എഴുതി വെക്കുക, പിന്നെ അങ്ങനെ ഒരു യുവാക്കളുടെ ഒരു സംഭവം മുന്നോട്ട് വന്നു. ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, സിനിമയിലും പാട്ട് രംഗത്തൊക്കെ കണ്ടിട്ടുള്ളൂ. അതിനെ സഖാവ് എങ്ങനെ കാണുന്നു? അതിപ്പോൾ ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഘട്ടത്തിൽ ചില വിവാദങ്ങളുണ്ടാവുകയും വിവാദങ്ങളിൽ പിന്നീട് എൻ്റെ നിലപാട് ചെറുപ്പക്കാർക്കെല്ലാം തന്നെ പിന്നെ താല്പര്യം തോന്നുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് അവരങ്ങനെ ഒരു അനുകരണം നടത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സഖാവ് ചായ കഴിക്കില്ലേ? ചായ കഴിക്കാറില്ല. എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം? 40 കൊല്ലമായിട്ട് അതും ഡാക്ടറുടെ ഉപദേശം അനുസരിച്ച് ഈ പുകവലി നിർത്തിയതുപോലെ തന്നെ ചായ നിർത്തിയാൽ തിരക്കേടില്ല. കുടിക്കുന്ന ഓരോ ചായയുടെയും നമ്പർ, വീട്ടിൽ നിന്ന് കഴിക്കുന്ന ചായ, പിന്നെ ഓഫീസിൽ ചെല്ലുമ്പോൾ ഫ്രണ്ട്സുമാർ വരുമ്പോൾ ഒന്നിലധികം ഇങ്ങനെ ചായ കുടിക്കുക. വൈകുന്നേരം ആകുമ്പോഴേക്ക് നിരവധി ചായകൾ ഉള്ളിൽ ചെല്ലുന്നതിൻ്റെ കൂടെ എത്തുന്ന പഞ്ചസാരയുടെ ഫലമായിട്ട് രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടുള്ള നിങ്ങളുടെ കൂട്ടുകാർ പലരും ഡയബറ്റിക് രോഗികളായിട്ട് മാറിയിട്ടുണ്ട്. അത് എനിക്ക് പിന്നെ ഡോക്ടർ പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് പല കൂട്ടുകാരുടെ അനുഭവങ്ങൾ നോക്കിയപ്പോൾ മനസ്സിലായിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതങ്ങ് ഉപേക്ഷിക്കുക എന്നുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ ഡയബറ്റിക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഇപ്പോൾ എനിക്ക് ഡയബറ്റിക് ഇല്ല. അപ്പോൾ അന്നത്തെ ഡോക്ടറുടെ ഉപദേശം സ്വീകരിച്ച് അത് പാലിച്ചത് കൊണ്ട് ഗുണമുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് ഇപ്പോൾ ചായ തൊടുകയില്ല.